Hi students, welcome back to my channel. In the last class we have discussed the features and importance of business environment. Today we are going to discuss with the dimensions or elements of business environment. The dimensions of business environment includes economic, social, political, technological and legal conditions. Influence of these factors are very relevant in decision making process and improving the performance of business enterprises. So let us check in details. One, economic environment. The economic environment means all those factors which are relating to economic of a country is known as economic environment. അതായത് ഒരു രാജ്യത്തെ ബിസിനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള എല്ലാ സാമ്പത്തിക ഘടകങ്ങളെയും ചേർത്തിട്ടാണ് എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയപ്പെടുന്നത്. ഇതിൽ എക്കണോമിക് കണ്ടീഷൻസ്, എക്കണോമിക് പോളിസി, എക്കണോമിക് സിസ്റ്റം, കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ്, ഇൻഫ്ലേഷൻ റേറ്റ്, എംപ്ലോയ്മെന്റ് റേറ്റ്, ഫോറിൻ ട്രേഡ് ബാലൻസസ്, ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് റേറ്റ് are the main components of economic environment. ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റ് എടുക്കുന്ന എക്കണോമിക് പോളിസികൾ ആ രാജ്യത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളെയും ബാധിക്കുന്നു. ചില ബിസിനസ്സുകളെ വളരെ ഫേവറബിൾ ആയിട്ടും എന്നാൽ മറ്റു ചില ബിസിനസ്സുകളെ അൺഫേവറബിൾ ആയിട്ടും ഈ എക്കണോമിക് പോളിസികൾ ബാധിക്കുന്നു. The economic system stands for the totality of economic life of the community. അതായത് ഒരു രാജ്യത്ത് രണ്ട് തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റമാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്, ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ക്യാപിറ്റലിസം എന്ന എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്ത് പ്രൈവറ്റ് മേഖലയ്ക്ക് കൂടുതലും പ്രാധാന്യം നൽകുന്നു. എന്നാൽ സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. സോ എനിവേ എക്കണോമിക് എൻവയോൺമെന്റ് ബിസിനസിനെ വളരെ വളരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് സത്യം. രണ്ട്, സോഷ്യൽ എൻവയോൺമെന്റ്. ഒരു ബിസിനസ് സ്ഥാപനം സ്ഥിതി ചെയ്യപ്പെടുന്ന സമൂഹത്തിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ സാമൂഹിക ഘടകങ്ങളെയും ചേർത്തിട്ടാണ് സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയപ്പെടുന്നത്. ഇതിൽ attitude of the people, cultural heritage, customs and beliefs, literacy rate, education system, demographic distribution, population of the people are the main components of social environment. കൂടാതെ കസ്റ്റമേഴ്സ് ഓർഗനൈസേഷൻ, ട്രേഡ് യൂണിയൻസ് തുടങ്ങിയ ഘടകങ്ങളും ബിസിനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള കാസ്റ്റ്, ഒക്കുപ്പേഷൻ, വ്യൂ ടുവേർഡ്സ് സയന്റിഫിക് മെത്തേഡ്സ് എന്നീ ഫാക്ടേഴ്സും ബിസിനസിന്റെ പ്രവർത്തനത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. മൂന്ന്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. സാങ്കേതിക വിദ്യാരംഗത്തുണ്ടായ പുരോഗതി പരമ്പരാഗതമായി നാം ചെയ്തു വന്നിരുന്ന പല നിർമ്മാണ മേഖലയെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കൺവെൻഷനലായി നാം എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫി that is replaced by digital photography. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള മൊബൈൽ ഫോണുകൾ, DTP സൗകര്യം അച്ചടിയുടെ വേഗതയും ഗുണമേന്മയും വർദ്ധിപ്പിച്ചു. ബാങ്കിംഗ് രംഗത്തുണ്ട് ATM, ഇന്റർനെറ്റ് പോലുള്ള അത്യാധുനിക സൗകര്യം വന്നതോടുകൂടി ബാങ്കിംഗ് മേഖലയുടെ സേവനങ്ങളും ഗുണമേന്മയും വർദ്ധിച്ചു. ഓൺലൈൻ പേയ്മെന്റ് പോലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ടെക്നോളജി അഡ്വാൻസ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ബിസിനസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയപ്പെടുന്ന ആശയം ഇന്ന് വളരെയധികം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളാണ് ടെക്നോളജിക്കൽ ചേഞ്ചസിലൂടെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം ടെക്നോളജിക്കൽ ചേഞ്ചസ് പല ബിസിനസ് സ്ഥാപനങ്ങളെയും കാലഹരണപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജി എന്ന് പറയപ്പെടുന്ന ഫാക്ടർ, ആ ഫാക്ടർ ശരിയായ സമയത്ത് നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 4. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. ഒരു രാജ്യത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ ആകെത്തുകയാണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ അടങ്ങിയിട്ടുള്ളത്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ ഐഡിയോളജി, പ്രത്യയശാസ്ത്രം, ടൈപ്പ് ഓഫ് ഗവൺമെന്റ്, അതായത് ഒറ്റകക്ഷിയാണ് കൂട്ടുകക്ഷിയാണ്, സ്റ്റെബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ്, പോളിസി ടുവേഴ്സ് ബിസിനസ് എന്നീ ഘടകങ്ങളാണ് രാഷ്ട്രീയ എൻവയോൺമെന്റിൽ പ്രധാനമായി നിഴലിച്ചു നിൽക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സും ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ സ്വാധീനിക്കുന്നുണ്ട്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പ്രൈവറ്റൈസേഷൻ, പൊതുമേഖല സ്ഥാപനങ്ങൾ, വിദേശ പങ്കാളിത്തം തുടങ്ങിയ ഘടകങ്ങളോട് ഗവൺമെന്റ് എടുക്കുന്ന സമീപനങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. റീസെൻ്റായിട്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ചില ബിസിനസ്സുകളെ വളരെയധികം സ്വാധീനിച്ചു എന്നുള്ളത് നമ്മൾ നോക്കിക്കണ്ടു. സോ ഇത്തരം ഘടകങ്ങളുടെ ആകെത്തുകയാണ് രാഷ്ട്രീയ എൻവയോൺമെന്റിനകത്ത് പ്രധാനമായി പറയപ്പെടുന്നത്. 5. ലീഗൽ എൻവയോൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നടത്തുന്ന നിയമനിർമ്മാണങ്ങൾ, കോടതി വിധികൾ, പലതരത്തിലുള്ള കമ്മീഷനുകൾ, ഏജൻസികളും എടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ലീഗൽ എൻവയോൺമെന്റ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു രാജ്യത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന എല്ലാ നിയമ സംവിധാനങ്ങളും ഒരു ബിസിനസ് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അത്തരത്തിലുള്ള പല കോടതി വിധികളും നിയമനിർമ്മാണ മാറ്റങ്ങളും ഒരുപാട് തരത്തിൽ ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് എക്കണോമിക് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ എന്താണെന്ന് നോക്കാം. 1991 വരെ ഇന്ത്യ ഫോളോ ചെയ്തിരുന്നത് സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള ഒരു സാമ്പത്തിക നയമായിരുന്നു. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യവും പ്രൈവറ്റ് മേഖലയ്ക്ക് നിയന്ത്രണവും. വർദ്ധിച്ച തോതിലുള്ള നിരക്കുകൾ, ഇറക്കുമതിയുടെ മേൽ വർദ്ധിച്ച കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തി ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കൽ, ചില ചെറുകിട വ്യവസായങ്ങൾക്കായി ചില മേഖലകൾ റിസർവ് ചെയ്യുക, ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുക വഴി വായ്പകൾ നിയന്ത്രിക്കുക തുടങ്ങിയ സാമ്പത്തിക നയമായിരുന്നു 1991 വരെ ഇന്ത്യ ഫോളോ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഭാഗികമായി അടഞ്ഞതും കേന്ദ്രീകൃതവുമായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിച്ചു. കാരണം 1991 വിദേശ നാണയ പ്രതിസന്ധിയായിരുന്നു കാരണം. ഇന്ത്യക്ക് ആഗോള വിപണിയിൽ നിന്ന് കടം എടുക്കേണ്ടി വന്നു. അത്തരത്തിൽ കടം എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ സാമ്പത്തിക നയം ഇന്ത്യക്ക് ഫോളോ ചെയ്യാൻ നിർബന്ധിതനായി. പുതിയ സാമ്പത്തിക നയത്തിന്റെ പരിപാടികൾ എന്ന് പറയുന്നത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവുമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയപ്പെടുന്ന പ്രതിഭാസവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാതലായിട്ടുള്ള മാറ്റത്തിന് കാരണമായി. ഇനി എന്താണ് ഉദാരവൽക്കരണം എന്ന് നോക്കാം. 1. ലിബറലൈസേഷൻ. Liberalization means liberating the economy from regulation and restriction on economic growth. അതായത് സാമ്പത്തിക വളർച്ചയിൽ നാം ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ നിന്ന് എക്കോണമിയെ സ്വതന്ത്രനാക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. അതായത് അതുവരെ നാം ഫോളോ ചെയ്തിരുന്ന പെർമിറ്റ്, കോട്ട, ലൈസൻസിങ് നിയന്ത്രണങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി ഇന്ത്യക്ക് ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് വരികയും ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതാണ് ലിബറലൈസേഷന്റെ പ്രത്യേക ലക്ഷ്യം. 2. പ്രൈവറ്റൈസേഷൻ.
മാനേജ്മെന്റ് വിദഗ്ധനായ പീറ്റർ ഡ്രക്കറാണ് പ്രൈവറ്റൈസേഷൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. ലിബറലൈസേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയപ്പെടുന്നത്. അതായത് അന്നുവരെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള മുൻഗണന അത് കുറച്ചുകൊണ്ടുവരിക, അതോടൊപ്പം തന്നെ പ്രൈവറ്റ് മേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനവും നൽകുക എന്നുള്ളതായിരുന്നു പ്രൈവറ്റൈസേഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. ഇതിലേക്കായി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വഴി ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഓഹരികളിൽ ഒരു ഭാഗം പ്രൈവറ്റ് മേഖലയ്ക്കായി വിൽക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള മേഖലകൾ അതിൽ നിന്ന് പിന്മാറുക, അതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾ പ്രൈവറ്റ് മേഖലയ്ക്കായി തുറന്നു കൊടുക്കുക. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പ്രൈവറ്റ് മേഖലയെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രൈവറ്റൈസേഷൻ എന്ന വാക്കിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. 3. ഗ്ലോബലൈസേഷൻ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തേക്കും സാധനങ്ങളും സേവനങ്ങളും മൂലധനങ്ങളും തൊഴിലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഗ്ലോബലൈസേഷൻ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. അതായത് വി ആർ ജസ്റ്റ് ഓപ്പൺ അവർ വിൻഡോ ടുവേഴ്സ് ദ വേൾഡ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ലയിപ്പിക്കുക എന്നുള്ളതാണ് ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലേക്കായി ഇറക്കുമതി ചുങ്കങ്ങൾ കുറയ്ക്കേണ്ടി വരും, വിദേശ നാണ്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി നാം ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റും അതുപോലെ തന്നെ എക്കണോമിക് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ അതിന്റെ ഭാഗമായിട്ട് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നീ 3 അവസ്ഥകളും നമ്മൾ നോക്കിക്കണ്ടു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.